ക്രിസ്ത്യൻ എംപിമാർ യോഗം ചേർന്ന് മുസ്ലിം സമൂഹത്തോടൊപ്പം നിൽക്കണമെന്നും വഖഫ് ബില്ലിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള നീക്കത്തിനെതിരെ നിൽക്കണമെന്നും ശക്തമായ നിലപാടെടുക്കും. ഈ ക്രിസ്ത്യൻ എംപിമാർ ബിഷപ്പുമാരോട് തങ്ങളുടെ ആത്മീയ നേതാക്കളോട് അഭ്യർത്ഥിക്കുന്നു, നമുക്ക് മുസ്ലിം സഹോദരങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കണം. ഇന്ത്യയിലും ലോകത്തിലും നന്മ പടർത്തുന്ന നല്ല വാർത്തകൾ. നമസ്കാരം. ഇന്ത്യൻ എക്സ്പ്രസിന്റെയും എല്ലാ മാധ്യമങ്ങളുടെയും പ്രസക്തമായി തന്നെ അവർ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ എംപിമാരുടെ ഒരു സെക്ഷൻ അവർ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ യോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വഖഫ് അമെൻമെന്റ് ബില്ലിൽ പിന്തുണ നൽകണം എന്ന്. ചർച്ച് ഒരു തത്വാധിഷ്ഠിതമായ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടെടുക്കണമെന്നും ന്യൂനപക്ഷ അവകാശങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും ഭരണഘടനാ മൂല്യങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നുമാണ് ഈ പ്രതിപക്ഷ എംപിമാർ CBCIയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഈ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ നിലപാട് ഉരുത്തിരിയുന്നത് CBCI ഇവരുടെ എല്ലാം ഒരു മീറ്റിംഗ് വിളിച്ചപ്പോഴാണ്. CBCI ആണ് ഇന്ത്യയിലെ കത്തോലിക്ക ചർച്ചസിന്റെ ഭൂരിപക്ഷത്തെയും പ്രതിനിധീകരിക്കുന്നത്. വഖഫ് അമെൻമെന്റ് ബില്ല് അല്ലെങ്കിൽ വഖഫിനെ ദുർബലപ്പെടുത്താനുള്ള ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് അയച്ചിട്ടുണ്ട്, വ്യത്യസ്ത സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അഭിപ്രായം തേടാൻ. അപ്പോൾ ആ സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിന് പിന്തുണ നൽകണമെന്നും വഖഫിന് പിന്തുണ നൽകണമെന്നുമാണ് ഇവർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ പങ്കെടുത്തൊരു MP ആണ് മാധ്യമങ്ങളോട് പറയുന്നത്. ആ MP യുടെ പേര് പലപ്പോഴും പറഞ്ഞിട്ടില്ല. പക്ഷേ വ്യത്യസ്ത പാർട്ടികൾക്ക് വിഭിന്നമായി എല്ലാവരും ഈ ഇന്ത്യയിൽ വളരുന്ന മുസ്ലിം ഹേറ്റ്രഡ്, ഗ്രോയിങ് ആന്റി മുസ്ലിം ഹേറ്റ്രഡ്, ഇസ്ലാമോഫോബിയക്കെതിരെ ചർച്ച് സ്റ്റാൻഡ് എടുക്കണമെന്നും അതിശക്തമായി പറഞ്ഞിരിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുത്തത്, ഈ മീറ്റിംഗ് ചെയർ ചെയ്തിരിക്കുന്നത് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്താണ്, CBCIയുടെ പ്രസിഡന്റ്. ഈ മീറ്റിംഗിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്നുള്ള പല MPമാരുമാണ് കൂടുതലായിട്ടുള്ളത്. എറണാകുളത്തെ MP, കോൺഗ്രസിന്റെ MP ഹൈബി ഈഡൻ, തൃണമൂൽ കോൺഗ്രസിന്റെ ഡെറിക് ഓബ്രെയിൻ, ഡീൻ കുര്യാക്കോസ്, സോറം പീപ്പിൾസ് മൂവ്മെന്റിന്റെ റിച്ചാർഡ്, പിന്നീട് ജോൺ ബ്രിട്ടാസ് സാർ, CPIMന്റെ മുതിർന്ന മാധ്യമപ്രവർത്തകനും MPയുമായ ജോൺ ബ്രിട്ടാസ് സാർ, BJPയുടെ യൂണിയൻ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് ആൻഡ് മൈനോറിറ്റി അഫയേഴ്സ് BJP ലീഡർ കുര്യൻ, ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൽ പങ്കെടുത്തത്. ഇതിൽ എത്ര പേർ എന്തൊക്കെയാണ് നിലപാട് പറഞ്ഞതെന്ന് വ്യക്തമല്ല. പക്ഷേ CBCIക്ക് ക്രിസ്ത്യൻ MPമാരിൽ ഭൂരിപക്ഷവും മുസ്ലിം സമൂഹത്തെ സപ്പോർട്ട് ചെയ്യണമെന്നും അവരെ കൂടെ നിൽക്കണമെന്നുമുള്ള നിലപാട് എടുത്തിട്ടുണ്ട്. അത് വളരെ സ്തുത്യർഹമാണ്, സ്വാഗതാർഹമാണ്. പ്രത്യേകിച്ച് അതിൽ നമ്മുടെ ഹൈബി ഈഡനെ പോലെ കേരളത്തിൽ നിന്നുള്ള MPമാർ എടുക്കുന്ന സ്റ്റാൻഡ് വളരെ പ്രസക്തമാണ്. മുനമ്പം പോലൊരു വിഷയം കത്തി നിർത്താൻ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. അതായത് മുനമ്പത്തെ പാവപ്പെട്ട ലത്തീൻ കത്തോലിക്ക സമൂഹത്തിലുള്ള ആ 600 പേരിൽ 400 പേരും ലത്തീൻ കത്തോലിക്ക സമൂഹത്തിലുള്ളവരാണ്. അവരോടൊപ്പം തന്നെയാണ് പൂർണ്ണമായിട്ടും അവരെ കുടിയിറക്കുന്നതിനെതിരെയാണ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ സംഘടനകളും. പക്ഷേ ആ വിഷയത്തെ ദുരുപയോഗം ചെയ്ത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ഹൈബി ഈഡൻ അടക്കം അതിനെതിരെ ഹൈബി ഈഡനെ കരിവാരത്തേക്കാനും മോശമാക്കി കാണിക്കാനും ഹൈബി ഈഡൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചില്ല എന്ന് എതിർപക്ഷത്തിന് പറയാനും ഒക്കെ അവസരമുള്ളപ്പോഴാണ് ഹൈബി ഈഡൻ അടക്കമുള്ളവർ നന്മയിൽ അടിസ്ഥിതമായി റിസ്ക് എടുക്കുന്നത്. അത് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. അപ്പോൾ ഈ രീതിയിൽ അതിശക്തമായ ഒരു നിലപാടെടുത്തത് വളരെ സന്തോഷമാണ്. CBCIയുടെ ഭാഗത്തുനിന്നും അതൊരു ഗ്യാതറിംഗ് ആയിരുന്നു പറഞ്ഞിരുന്നു. പരസ്പരം യോജിപ്പും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കൂടി വേണ്ടിയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഇന്ത്യയുടെ നന്മയും നമ്മുടെ MPമാരുടെ നന്മയും നമ്മുടെ CBCIയുടെ നന്മയും അടക്കമുള്ള കാര്യങ്ങൾ. ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ച് മുസ്ലിം സമൂഹത്തിന് പലപ്പോഴും തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ക്രിസ്ത്യൻ സമൂഹം സ്വന്തം താല്പര്യങ്ങൾ മാത്രമേ നോക്കൂ, അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട്, അതുകൊണ്ട് അവർ നിലനിൽക്കുന്ന സർക്കാരുകളെ പ്രീതിപ്പെടുത്തി നിൽക്കും അല്ലെങ്കിൽ പീഡിപ്പിച്ച് നിൽക്കും, തത്വാധിഷ്ഠിതമായ നിലപാടെടുക്കില്ല. അതൊക്കെ 100% തെറ്റാണ്. ഞാൻ തന്നെ കുറച്ച് ദിവസം മുമ്പ് ദീപിക പത്രത്തിലെ എഡിറ്റോറിയൽ പറഞ്ഞിരുന്നു. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രൊട്ടക്ട് ചെയ്യണമെന്നും മുസ്ലിം സമൂഹത്തോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞു. വെറുതെ ബാലൻസ് ചെയ്യാൻ പോലും വഖഫ് എന്നൊരു വേർഡ് പോലും അവർ ഉപയോഗിച്ചില്ല. അതിന്റെ കാരണം അവരുടെ നന്മയാണ്. ഉപയോഗിച്ചെങ്കിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതുപോലും ഉപയോഗിക്കാതെ പൂർണ്ണമായി മുസ്ലിം സമൂഹത്തിന് അനുകൂലമായ നിലപാടെടുക്കാൻ കഴിയുന്നതാണ് ഇന്ത്യയുടെ നന്മ. അങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുക, ക്രിസ്ത്യാനികൾക്ക് പ്രശ്നം വരുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുക, ഹിന്ദുക്കൾക്ക് പ്രശ്നം വരുമ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കൾക്ക് അനുകൂലമായ നിലപാടെടുക്കുക. ഞാനൊക്കെ ശബരിമലയിൽ അത് കണ്ടതാണ്. 99% ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളും ശബരിമല പ്രക്ഷോഭത്തെയും ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തു, വ്യക്തിപരമായി വിളിച്ച് പിന്തുണ അറിയിച്ചു. പലരും പരിപാടികൾക്ക് വന്നു. അപ്പം ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ നന്മ, രാജ്യത്തിന്റെ ഐക്യം, ഒരുമ. അത് കണ്ടിട്ട് വളരെ സന്തോഷം ഓർക്കുക. അങ്ങനെ ക്രിസ്ത്യൻ MPമാർ ക്രിസ്ത്യാനികളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ അതിനേക്കാളെല്ലാം ഉപരി പ്രാധാന്യത്തോടെ മുസ്ലിം സമൂഹത്തോടൊപ്പം നിൽക്കണമെന്ന് പറയുന്നതാണ് കർത്താവിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നന്മയുള്ളത്. ആ നന്മ നമ്മളിലേക്ക് എല്ലാവരും
സംസ്കാരം പടരട്ടെ, ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ഐക്യം ഉണ്ടാകട്ടെ, രാജ്യത്ത് മതസൗഹാർദ്ദം ഉണ്ടാകട്ടെ. മതസൗഹാർദ്ദമാണ് നമ്മുടെ രാജ്യസ്നേഹം. നമ്മുടെ രാജ്യസ്നേഹത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗങ്ങളിലൊന്ന് നമ്മുടെ ജനതയോടുള്ള സ്നേഹമാണ്, വ്യത്യസ്ത മതസമൂഹങ്ങളോടുള്ള ഒരുമിച്ച് നിർത്താനുള്ള കഴിവാണ്. ആ മതസൗഹാർദ്ദമാണ് രാജ്യസ്നേഹമെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ജയ് ഹിന്ദ്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.